വലിയ ആള് വരാൻ പോവാണ്. ഒരു മാലാഖയാണോ? അതെ, ഒരു മാലാഖയാണ്, ഒരു കുഞ്ഞു മാലാഖ. പക്ഷെ വർത്താനത്തിൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന അത്ര വലിയ മാലാഖയാണ്. ഈ മനുഷ്യനാണോ ഉണ്ണിമേനോൻ എന്ന് ചോദിച്ചത്? അത് തന്നെ, ഈ മനുഷ്യനാണോ ഉണ്ണിമേനോൻ എന്ന് ചോദിച്ച ഒരു മാലാഖയാണ്. ഓ, ഒരു മാലാഖയുടെ വായിന്ന് വരേണ്ട വർത്താനാണോ അത്? ഉണ്ണിപ്പൂച്ചയുടെ ആരായിട്ട് വരും? ഉണ്ണിപ്പൂച്ചയുടെ അടുത്ത സുഹൃത്താണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഗിഫ്റ്റ് കൊടുത്തു കണ്ടില്ലേ? അപ്പൊ എന്റെ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവരാൻ മറന്നുപോയോ മോനെ? എന്റെ അടുത്താണോ മോനെ? മറന്നുപോയോ മോനെ? ചിലപ്പോ ഒരു 5-6 തെറ്റൊക്കെ അങ്കിളും പറ്റൂലേ? എന്ത് ഗിഫ്റ്റ് ആയിരുന്നു അത്? അത് എംജങ്ങളോട് പറഞ്ഞു വെക്കും. എന്ത് ഗിഫ്റ്റ് ആയിരുന്നു എംജങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞത്? കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അത് വീട്ടിലുണ്ട്. ഉണ്ടോ? അത് സർപ്രൈസ് ആണ്. അത് എടുക്കാൻ മറന്നുപോയി. അത് എടുക്കാൻ യാമിക്കുട്ടി കഷ്ടായി പോയി. കൊണ്ടുവരാം കേട്ടോ. പണങ്ങല്ലേ നമുക്ക് വഴക്ക് പറയിപ്പിക്കാം. അതെ, എം ജെ അങ്കിളുടെ ചേട്ടനാ. ഹലോ പറ. ഹലോ ഹലോ. ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ല എന്ന് പറ. ഗിഫ്റ്റ് വാങ്ങി തരുന്നില്ല പറഞ്ഞു പറ്റിക്കുന്നു. സുന്ദരി ഉണ്ടല്ലോ. ആണല്ലോ എപ്പോഴും. പുതിയ ഉടുപ്പാണോ? ഒരാഴ്ച കൊണ്ട് മുടി വളർന്നോ? ഇത്രയും വളർന്നോ? അതെങ്ങനെ? അത് പൊട്ടുമിടലി കഴിച്ചിട്ട്. പുട്ടുകിടലി കഴിച്ചാ മുടി വളരുമോ? ഫുഡ് കഴിച്ചാലും വളരും. ഒന്ന് ഉറങ്ങി എണീക്കണം. അതെ, ഞാൻ നാളെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി രാവിലെ അടിച്ചു നോക്കുമ്പോൾ ഇത്രയും മുടി. 10 വർഷമായിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കുക. പുട്ടും ഇഡലിയും ഒക്കെ. അതെ, അങ്ങനെ പുച്ഛിക്കാൻ വേണ്ടോ നമുക്കുണ്ട്. ഞാൻ കഴിക്കാവേ അടുത്ത ദിവസം. അല്ല, കഴിച്ചാൽ മാത്രം പോരാ, കഴിച്ചിട്ട് ഉറങ്ങി എണീക്കണം. അതാ പ്രശ്നം. അതാണ് വ്യത്യാസം. സ്കൂളിന്ന് വിസിലടിച്ചപ്പോൾ റീമ മാം പറഞ്ഞു, ആരാണ് ഇവിടെ ക്ലാസ്സിൽ വിസിലടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ജഗന്നാഥനാന്ന് പറഞ്ഞു. അപ്പൊ യാമ്യെന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും കൂടെ ക്ലാസ്സിൽ നിന്ന് വഴക്കുണ്ടാക്കി. അപ്പൊ മിസ് അവനെ കൊണ്ട് ചൂടടുപ്പിച്ചു. അവന് പറ്റിയില്ല, എന്നെ കൊണ്ട് ചൂടടുപ്പിച്ചു. അപ്പൊ മിസ് പറയുന്നത് യാമി കള്ളത്തരം പറയാ, ഞാൻ നിന്റെ അമ്മേനോട് പറയുന്നു. അവനെ കൊണ്ട് വിസിലടിപ്പിച്ച എങ്ങനെയാണ് ഒന്ന് കാണിച്ചേ? സംശയമില്ലടാ, യാമിക്കുട്ടിയാണ്. വിസിലടിക്കാൻ പറ്റുമോ? ഓ, ഒരു പക്ഷി സങ്കേതത്തിൽ പോയ പോലെ. യാമിക്കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചേട്ടെ. ചെയ്യാൻ പറ്റുമോ? പോരാ. അത് ചെയ്യാൻ പറ്റും എനിക്ക്, പക്ഷെ ഇത് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അപ്പൊ വിസിലടിച്ച് പിടിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്താ? പ്രാക്ടീസ് ചെയ്ത്. ഏത് പാട്ടാണ്? ആറ്റുമണൽ പായയിലെ ഒരു സംഗതി ഇപ്പൊ കേട്ടല്ലോ, എന്താണ്? സംഗീതം നൽകിയതാ പറയണ്ടേ പാട്ടില്. അതല്ല, ഒരു സംഗതി കേട്ടല്ലോ ഇപ്പൊ പാട്ടിന്റെ അത്. അത് ഏതായിരുന്നു? പായയിലെ ഒരു സംഗതി വന്നല്ലോ. ആറ്റുമണൽ അത് അന്തിവേൽ ചാഞ്ഞനാൾ. ഓക്കെ. എത്ര ദിവസം എടുത്ത് ഈ പാട്ട് പഠിക്കാൻ? 12 ദിവസം എടുത്തു. 12 ദിവസം ആണോ ചേച്ചി? 4 ദിവസം. 4 ദിവസം. അതാണ് നമ്മുടെ യാമിക്കുട്ടി. 4-12 ആവും. എല്ലാവരുടെയും പറഞ്ഞ ഐഫോൺ ഇല്ലേ, അത് കൊണ്ടുവരാൻ മറന്നുപോയി. അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. ഓ, എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നു പറഞ്ഞാല് പട്ടം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മാത്രം ഐഫോൺ കൊണ്ടുവന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അപ്പൊ ഗിഫ്റ്റും അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവരാം, യാമിക്കുട്ടി ഐഫോൺ കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ പാടിക്കോ. ശരി, പാട്ടിന്റെ അത് വേണ്ട, അത് പറയണം. പാടിയത് എന്റെ മുത്തുമണിലാലങ്കിൽ. പിന്നെ ലിറിക്സ് എഴുതിയത് അല്ല, സംഗീതം നൽകിയത് രതീഷ് വേഗ. ലിറിക്സ് എഴുതിയത്
ചെയ്ത് പി ഭാസ്കരൻ, അല്ല അല്ല റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദ്. സിനിമയുടെ പേര് ആ. ഓട് വെച്ച ഓട്, ഐ മീൻ റൺ ബേബി റൺ. ഓട് കൊച്ചേ ഓട്, റൺ ബേബി റൺ. അപ്പൊ ഓട് യാമി ഓട്. ഓടി ആമി ഓട്. ആ. ഓക്കെ പിന്നെ വർഷം 2012. മിടുക്കി. സൂപ്പർ സൂപ്പർ. ആനി പാടത്തെ. അതിന് പഠിക്കും. Best. താങ്ക് യു, Okay. ഓൾ ദി ബെസ്റ്റ് യാമി കുട്ടി. താങ്ക് യു.
ആറ്റുമണൽ എക്സ്ട്രാ. തീർന്നു പോയോ പാട്ട്? ആണോ? അതെന്താ? 10-20 പ്രാവശ്യം പാടിയിട്ടുണ്ട് ആറ്റുമണൽ. നിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ട്രെയിൻ പോലെ. എക്സ്ട്രാ പാടിയോ? ഇത് തീർക്കാൻ തീരെ താല്പര്യമില്ല. സുഷു ലാസ്റ്റ് പല്ലവി എക്സ്ട്രാ പാടിയില്ലേ? ആ ഇനിയും പാടാൻ പോയി, അവര് നിർത്തില്ല. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഏയ് ആമിക്കുട്ടി താങ്ക് യു. കൊറേ പ്രാവശ്യം പാടിയല്ലോ ആറ്റുമണൽ. ഞാൻ 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഓ, അപ്പൊ 5 പ്രാവശ്യം പാടും. മീനൂട്ടി പറഞ്ഞ കേട്ടോ, ടോപ്പ് ബാൻഡ് നിർത്തിയില്ലെങ്കിൽ ആമിക്കുട്ടി ഇനിയും പാടിയേനേന്ന്. അത് അത്ര ഇഷ്ടമായി ആമിക്കുട്ടിക്ക് എനിക്ക് ആറ്റുമണൽ. അത്രയൊന്നും ഇഷ്ടമായില്ല. എംജി അങ്കിൾക്ക് ഇഷ്ടമാണ്, യാമിക്കുട്ടിക്ക് ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഇഷ്ടമായി എന്നായിരിക്കും അല്ല, എനിക്ക് ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെടാത്ത എന്താ വെച്ചാ അവസാനത്തെ ആറ്റുമണൽ അതും കൂടെ നമുക്ക് ടോപ്പ് ബാൻഡ് വായിക്കണമായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ ചെയ്താണ് തെറ്റ്. ആ തെറ്റ്. ഈ ഒരു എപ്പിസോഡ് ഫുൾ ഒറ്റപ്പാടിൽ ഒതുക്കണായിരുന്നു നമ്മള്. യാമിക്കുട്ടി അവർക്ക് തെറ്റിപ്പോയാ? 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇനിയും ഇനിയും ഉണ്ടായിരുന്നു. എന്താ സുഷു ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം വായിക്കണ്ടേ? കണ്ടോ, സുഷു സോറി പറഞ്ഞു യാമിക്കുട്ടിയുടെ അടുത്ത്. എല്ലാ വരികളും എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായി. അതെ, വ്യക്തമായിട്ട്. കുരുവി അക്ഷരസ്ഫുടതയല്ലേ? ഭയങ്കര അല്ല ആടിക്കുരുവി. അവിടെ സംഗതി ഇവിടെയാണ്. പിന്നെ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ കൈ ഇങ്ങനെയാ അത് വരുന്നതിന്റെ തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പ്. എന്നിട്ട് കൈ ഇങ്ങനെ നോക്കും. വേറെന്തോ പാടിയല്ലോ, എത്രയോ മാറിപ്പോയി പാടിയല്ലോ. എങ്ങനെയായിരുന്നു അത്? മാറിപ്പോയി. അതുപോലെ മാല നീ ഓർത്തുവോ? അമ്പോ മിടുക്കി മിടുക്കി. അവിടെ എത്തിയടാ, ടോപ്പിൽ എത്തിയട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ പാടിയില്ലേ നീരൊഴിഞ്ഞ വെൺമണലിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടാ. നേരൊഴിഞ്ഞ വെൺമണലിൽ, ആ എന്നിട്ട് നേരൊഴിഞ്ഞ വെൺമണലിൽ തോടി പോലെയായി ഞാൻ. ആ ശ്രുതി ഇങ്ങനെ മാറി മാറി വരും കേട്ടോ, ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും കേട്ടോ. ലാലങ്കുള്ള ഭയങ്കര ഇഷ്ടാ. ആ ഇഷ്ടാണല്ലോ. ഇന്നലെ ലാലേട്ടാ ആ പാട്ടിട്ടതല്ലേ, അതുപോലെ ഇന്നും ആറ്റുമണൽ പായൽ ലാലങ്ങള് പാടിയ പാട്ടടുപ്പേക്ക് കിട്ടിയ. ആണോ? ലാലങ്ങളുടെ ഏത് സിനിമ കണ്ടിട്ടുണ്ട്? ലാലട്ടന്റെ പുലിമുരുകൻ. പുലിമുരുകൻ. പിന്നെ പുലിയെ പിടിക്കും ലാലങ്ങള്. പുലിയൊക്കെ പിടിക്കും. ആ സിനിമ കണ്ടിട്ടുണ്ട്. പുലി ഇഷ്ടമാണോ? ആ നമുക്ക് വീട്ടിൽ വളർത്താമോ? വീട്ടിലൊന്നും ഇല്ല, എന്റെ കാട്ടിലുണ്ട്. കാട്ടിലേക്ക് പക്ഷെ പുലി നോക്കാൻ അറിയൂല. വീട്ടിലില്ല, കാട്ടിലുണ്ട്. അതെന്താണ് പുലി? അത് ലാലങ്ങൾ എങ്ങനെയാണ് പുലിമുരുകനായിട്ട് നിക്കുന്നത്? എങ്ങനെയാ മിനിങ്ങുന്ന ചെരുപ്പ്. ഇഷ്ടപ്പെടാന്ന് ചോദിച്ചു. മിടിമിടിക്കി പൂച്ച പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പാടിയത്. ആ സോഫയിൽ ഇരിക്കുന്ന ആങ്കിളിനെ വിടണ്ട അല്ലേ നമുക്ക്? അങ്കിളിനെ കുട്ടി എന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ കൊണ്ടുപോകാം. ഇനി കിട്ടൂല കേട്ടോ, അതിന് യാമിക്കുട്ടി കൊണ്ടുപോവാ അങ്കിളിനെ. അങ്ങളെ തരൂല 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 തരൂലെങ്കിൽ ആറ്റും വിളിച്ചു എനിക്ക് പേടിയാട്ടോ, എന്ന് കൊണ്ടുവയ്ക്കോ. വരുന്ന വരാം. വരുന്നു. അല്ല, ഉണ്ണിക്കാരനോട് ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? പാട്ട് ഇത് ചോദിക്കാനുണ്ട്. യാമിക്കുട്ടി പാടിയ ഞങ്ങളെല്ലാം എന്താ പറയാ, എങ്ങനെയൊക്കെ ആസ്വദിക്കേണ്ടെന്ന് അറിയില്ല. ഈ പാട്ട് കഴിയരുതേ എന്നിങ്ങനെ തോന്നും എപ്പോഴും. അത്ര സുഖല്ലേ കേൾക്കാൻ, കാണാൻ മാത്രല്ല കേൾക്കാനും ഭയങ്കര സുഖ. വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണോണ്ടേ ഭയങ്കര സുഖ. ചെയ്യാലോ? എങ്ങനെ ഇരുന്ന ഉണ്ണിമേനോൻ മനുഷ്യനാ. നമുക്ക് അയ്യോ, എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ മീനുട്ട. യാമിക്കുട്ടി ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് അനങ്ങാതെ നിന്ന് പാട്ട് പാടുന്നത്. ഞാൻ ഇന്നത് കണ്ടു. അപ്പൊ ഇനി ഒരു മഴ പെയ്യിപ്പിച്ചാലോ? മിഠായിലൊന്നും ഒതുങ്ങില്ല. മിഠായിലൊതുങ്ങില്ല. നമുക്കൊരു മഴ പെയ്യിച്ചാലോ ഉണ്ണിക്കാറ്റ്? ഇനിയിപ്പോ അതേ രക്ഷയുള്ളൂ. അങ്ങനെ വരട്ടെ നമ്മുടെ യാമിക്കുട്ടിക്ക് ഒരു മധുര മഴ. കണ്ടോ, ഇടയ്ക്കൊരു ചാടാനുള്ള ടെൻഡൻസി ഉണ്ട് നമുക്ക്. വേഗം എടുത്ത് 10 വരെയാണ്. 1 2 3 4 5
6, 7, 8, 9, 10. Tata, see you. ഏ ഇല്ല.